ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാനാകാതെ അൻസിബ ഹസൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് വൈകിട്ട് കടവന്ത്ര സ്റ്റേഷനിലെത്തിയ അൻസിബ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നു. മൊഴിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ ഇല്ലാത്തതാണ് കാരണമെന്നാണ് പോലീസ് നൽകിയ മറുപടി. പോലീസിന്റേത് നിരുത്തരവാദപരമായ സമീപനമെന്ന് അൻസിബ പറയുകയും ചെയ്തു. അതേസമയം ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ടിനി ടോമിനെതിരായ തന്റെ പരാതി ഒത്തുതീർപ്പാക്കുന്നതിനെപ്പറ്റി രമേശ് പിഷാരടി വിളിച്ച് സംസാരിച്ചിരുന്നുവെന്ന് അൻസിബ ഹസൻ പറഞ്ഞു. ടിനി ടോമിന്റെ ഭാഗത്തുനിന്നും രമേശ് പിഷാരടിയെ അറിയിച്ചത് താൻ മാപ്പെഴുതി കൊടുക്കണം എന്നായിരുന്നുവെന്നും അൻസിബ വെളിപ്പെടുത്തിയിരുന്നു. പരാതിക്കാരി മാപ്പെഴുതാൻ ഇത് വെള്ളരിക്കാപ്പട്ടണമാണോ എന്ന് അൻസിബ ചോദിച്ചു. ശനിയാഴ്ച രാവിലെ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അൻസിബ. താൻ മാപ്പെഴുതി നൽകണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണെന്നും അൻസിബ ചോദിക്കുകയും ചെയ്തു. കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹം ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. ഇത്രയും തവണ വിളിച്ച് സംസാരിച്ച ആളല്ലേ എന്ന ബഹുമാനം കൊണ്ടാണ് രമേശ് പിഷാരടിയോട് സംസാരിച്ചത്. അദ്ദേഹം പരാതിക്കാരിയായ തന്നോട് ഇനി പരാതി കൊടുക്കില്ല എന്നു പറഞ്ഞ് മാപ്പെഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതെവിടത്തെ ന്യായമാണ്? അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞെന്നും അൻസിബ ഹസൻ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ചോർന്ന ശബ്ദ സംഭാഷണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ലീക്ക് ചെയ്യുന്നത് IT ആക്ട് പ്രകാരം തെറ്റാണെന്ന് അൻസിബ ഹസൻ കൂട്ടിച്ചേർത്തു. അതേസമയം അമ്മ സംഘടനയുടെ മീറ്റിംഗുകളിലും റിഹേഴ്സൽ ക്യാമ്പുകളിലും വെച്ച് ടിനി ടോം തനിക്കെതിരെ നിരന്തരമായി അശ്ലീല പരാമർശങ്ങളും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങളും നടത്തിയെന്നാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. അൻസിബയെ ജിഹാദി എന്ന് മതതീവ്രവാദിയെന്നും വിളിച്ച് ആക്ഷേപിച്ചതായും ടിനി ടോമിന്റെ ഡ്രൈവറെ മതം മാറ്റാൻ നടി ശ്രമിച്ചു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയതായും FIRൽ വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം പുറമെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങൾ വഴി തനിക്കെതിരെ മാനസിക അവഹേളനം നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. നേരത്തെ ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കടവന്ത്ര പോലീസ് ഇത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും കേസെടുക്കാൻ കഴിയില്ലെന്നും കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു മജിസ്ട്രേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടത്. നടി നീന കുറുപ്പ് അടക്കമുള്ള സാക്ഷികൾ ടിനി ടോം അധിക്ഷേപിച്ചതായി പോലീസിന് കൃത്യമായി മൊഴി നൽകിയിട്ടും എന്തുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയതെന്ന് കോടതി ചോദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും FIRൽ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളായതിനാലും കോടതി നേരിട്ട് ഇടപെട്ട കേസായതിനാലും അറസ്റ്റ് പോലുള്ള അടിയന്തര നടപടികളിലേക്ക് പോലീസ് നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് അത് ഒഴിവാക്കാനായി ടിനി ടോം ഉടൻ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചേക്കും. തുടർ നടപടികളുടെ ഭാഗമായി സാക്ഷിയായ നീന കുറുപ്പിന്റെ മൊഴി പോലീസ് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും.